പക്ഷെ ഇതിന്റെ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ലൈറ്റ് വെയിറ്റ്നെസ് തന്നെയാണ്. ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതൊന്ന് ഓഫ് ആക്കാൻ പോവുകയാണ്. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ലാവ്ലിയർ മൈക്കാണ്. ഏറ്റവും പുതിയൊരു മൈക്ക് വാങ്ങിച്ചു. ഈ മൈക്ക് ശരിക്കും ഒരു 40,000 റുപ്പീസ് ഒക്കെ ആവും നമ്മളുടെ നല്ലൊരു ബ്രാൻഡ് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പം വലിയ ബ്രാൻഡൊന്നുമല്ല, നമ്മളെ ഒരു കയ്യിൽ നിൽക്കുന്ന ഒരു ചെറിയ എമൗണ്ടിൽ ഒരു 5,000-നുള്ളിൽ നിൽക്കുന്ന ഒരു മൈക്കാണിത്. അപ്പോൾ ഈ ഒരു മൈക്കിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. സോ നമ്മുടെ ഈ ഒരു ബോക്സ് ഇത് ശരിക്കും ഞാൻ അലി എക്സ്പ്രസിൽ നിന്ന് വാങ്ങിച്ചതാണ്. അലി എക്സ്പ്രസിൽ നിന്ന് ഡയറക്റ്റ്ലി ഇന്ത്യയിലോട്ട് ഇമ്പോർട്ടിങ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മറ്റൊരു രാജ്യത്തേക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ആൾ വന്നപ്പോൾ അവർ എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ സാധനം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് ബോക്സ് നമ്മൾ തുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മൈക്കിന്റെ പീസും, അതുപോലെ തന്നെ ഞാൻ ഡ്യുവൽ മൈക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ ഒരു മൈക്ക് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ട് തന്നെയാണ്. ഇവിടെ രണ്ടാമത്തേതും ഉണ്ട്, മൂന്നാമത്തെ ഇതിൻ്റെ ഒരു റിസീവറും ഉണ്ട്. അപ്പോൾ ഈ റിസീവർ നമുക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേബിളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമുക്ക് 2-3 കേബിൾസ് വന്നിട്ടുണ്ട്. അതിലൊരു കേബിൾ എന്ന് പറയുന്നത് ഈ മൈക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡ്യുവൽ മൈക്ക് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ USB, മറ്റേ സൈഡിൽ USB-C ഉള്ള സംഭവമാണ്. ഇത് നമുക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജറിലോ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 മൈക്കും ഒരേ സമയം തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസീവറും ചാർജ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇതിനകത്ത് മറ്റൊരു ഫീച്ചർ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ്സെറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ ലൈവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിസീവറിൽ നിന്നോ ഈ ഒരു ജാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 3.6 mm ഹെഡ്സെറ്റാണ്. ആ ഹെഡ്സെറ്റ് നമുക്ക് ചെവി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് വീഡിയോ എടുക്കുന്ന ആളിന് റിസീവറിൽ നിന്ന് ലൈവായിട്ട് അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും മറ്റും കേൾക്കാനുള്ള ഒരു സൗകര്യവുമുണ്ട്. പ്ലസ് നമുക്കിത് മറ്റേതെങ്കിലും ഒരു മൊബൈൽ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മൈക്ക് മൊബൈൽ ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് ആ മൈക്കിൽ നിന്നുള്ള സൗണ്ടോ അല്ലെങ്കിൽ ആ മൈക്കിൽ മൊബൈൽ ഡിവൈസിലേക്ക് റെക്കോർഡ് ചെയ്യുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് നമ്മളിതിപ്പോൾ ഒരു പ്രൊഫഷണൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബോക്സിനകത്ത് വരുന്ന മറ്റൊരു കാര്യം, മൈക്കിന്റെ മുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫറിന്റെ കവറുണ്ട്, വിൻസ്ക്രീൻ കവറാണ്. ഇത് ആക്ച്വലി നല്ലൊരു സാധനമാണ്. കാരണം ഞാനിത് വെച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഒരു സ്കൂട്ടർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാനിത് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ എനിക്ക് വിൻഡിന്റെ നോയ്സ് ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് കിട്ടി. നമ്മൾ നല്ലോണം ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പോർട്ട് മോഡിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സംവിധാനമുണ്ട്. ഇനി അതല്ല മാനുവലി നമുക്ക് സ്പോർട്ട് മോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നല്ല സാധനം തന്നെയാണ്. ഇനി ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 സ്വിച്ചുകളാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് പവറിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ എക്കോ മോഡിലിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ്. മൂന്നാമത്തത് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടും. നാലാമത്തത് ബ്ലൂടൂത്തുമാണ്. ഈ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസ് അല്ലാതെ മറ്റൊരു ഡിവൈസിൽ എനിക്ക് ബ്ലൂടൂത്ത് വഴി ഈ ഒരു മൈക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ. പ്ലസ് ഞാൻ നേരത്തെ കാണിച്ച കേബിൾ വഴിയാണെങ്കിലും ഇത് കൊടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ പവർ ഓൺ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 or 2 seconds പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ലിങ്ക് ആയതിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് തന്നെ ഞാനിവിടെ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഗ്രീൻ ലൈറ്റ് മാറിയതിന് ശേഷം ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാതെയാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ആയിരിക്കും നിങ്ങൾ കേൾക്കുക. ഞാൻ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടും നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്ത് വെച്ചുമുള്ള സൗണ്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാം. സോ ഈ ഒരു രീതിയിലാണ് നോയിസ് ക്യാൻസലേഷൻ്റെ ഒരു എഫക്റ്റ് അവിടെ വരുന്നത്. നമ്മളിപ്പോൾ ഒരു പബ്ലിക് റോഡിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നല്ല ട്രാഫിക് ഉണ്ട്, ബഹളമുണ്ട്. ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതൊന്ന് ഓഫ് ആക്കാൻ പോവുകയാണ്. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. മുകളിൽ മൈക്കിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. ഞാൻ വീണ്ടും നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കുകയാണ്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ
ഭേദമായിട്ടായിരിക്കും നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടാകുക. ഞാനിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി ഓഫ് ആക്കി ഒന്നും മിണ്ടാതെ ഇരുന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നോയിസ് ക്യാൻസലേഷൻ ഓണാണ്. ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ നോയിസ് ക്യാൻസലേഷൻ ഇത്രയും നല്ലൊരു ബഹളമുള്ള എൻവയോൺമെന്റിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്കോ മോഡാണ്. ഞാനിപ്പോൾ ഇതിന്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ മൊത്തം നല്ല എക്കോ വെച്ചിട്ടായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണ് ശരിക്കും എക്കോ മോഡ് വെച്ചേക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും ഇങ്ങനത്തെ ലാവ്ലിയർ മൈക്കുകളിലെല്ലാം ഇങ്ങനെ ഒരു എക്കോ മോഡ് വരാറുണ്ട്. അപ്പോൾ മൂന്നാമത്തത് ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടൊരു സ്വിച്ച് ആണ്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കുള്ള സിമ്പിൾ ഇവിടെ കാണിക്കും. നമ്മൾ ഫോണിൽ ഇത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ആയിക്കൊള്ളുകയും ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ ലാവ്ലിയർ ഫോണിന്റെ റിസീവർ ഡയറക്റ്റ്ലി ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ ചാർജറിന്റെ ആവശ്യം ഇല്ല. പക്ഷെ നമ്മളുടെ റിസീവറിനകത്ത് അതൊരു പർട്ടിക്കുലർലി ഒരു സ്ക്രീനും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ചാർജ് ചെയ്താലേ പറ്റത്തുള്ളൂ. OTG കേബിൾ കൊടുത്താലും അത് ചാർജ് ആവില്ല. അതുകൊണ്ട് സെപ്പറേറ്റ്ലി നമ്മൾ ചാർജ് ചെയ്യണം. അപ്പം നമ്മൾ ഈ രണ്ട് മൈക്കുകളും നമ്മളുടെ റിസീവറിൽ കണക്ട് ആയി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ A എന്നും B എന്നും പറഞ്ഞ് കാണിക്കും. അപ്പം നമ്മൾ സംസാരിക്കുന്നതിന്റെ എത്രത്തോളമാണ് അതിന്റെ ആ വോളിയം കിട്ടുന്നത് എന്നുള്ളത് ആ റിസീവറിനകത്ത് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആംപ്ലിഫയറിനകത്തൊക്കെ ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നത് പോലെ. പ്ലസ് നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണോ, ഇതിന്റെ എക്കോ മോഡ് ഓൺ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഡിസ്പ്ലേ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഏതൊക്കെ മൈക്കാണ് കണക്ട് ആയിട്ടിരിക്കുന്നത്, ഏതൊക്കെ മൈക്കിലാണ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് അതിനകത്ത് വരും. പിന്നെ ഇനി മറ്റൊരു കാര്യം, മറ്റൊരു ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൈക്കിലും ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു മൈക്കിൽ തന്നെ നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓഫ് ചെയ്താണെങ്കിൽ രണ്ടാമത്തെ മൈക്കിലും നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആവും. അതുപോലെ തന്നെ എക്കോ മോഡ് ഞാൻ ഒരെണ്ണത്തിൽ പ്രസ് ചെയ്താൽ രണ്ടാമത്തേതിലും രണ്ട് മൈക്കിലും ഒരേപോലെ ആയിരിക്കും എക്കോ മോഡ് ഓൺ ആകുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരെണ്ണത്തിൽ നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ വോളിയം കൂട്ടി വെച്ച് ഒരെണ്ണത്തിൽ വേറൊരു വോളിയത്തിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് പറ്റില്ല. രണ്ടിലും ഒരേപോലെ ഇരിക്കും. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ അബദ്ധത്തിൽ ഒരാൾ ഇതിൽ പ്രസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മ്യൂട്ട് ആകുകയോ അല്ലെങ്കിൽ എക്കോ മോഡിലേക്കൊക്കെ ഓൺ ആകുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണ് ഞാൻ ഇതിനകത്ത് കണ്ടത്. ഇനി ഇതിന്റെ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എനിക്കൊരു 4-5 വീഡിയോസ് ഒക്കെ റീചാർജ് ചെയ്യാതെ കിട്ടുന്നുണ്ട്. ഓരോ മൈക്ക് ആണ് ഇതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബാറ്ററി ചാർജ് കിട്ടുന്നത്. ഏകദേശം ഒരു 4-5 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ റിസീവറിന്റെ കേസിൽ ഒരു 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു ഹാഫ് ബാറ്ററി അല്ലെങ്കിൽ ഒരു 60% ബാറ്ററി വെച്ച് തീരുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിന്റെ ഒരു വിശേഷം. പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പവർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് മ്യൂട്ട് ആകുകയും ചെയ്യും. സോ ഇങ്ങനെ എനിക്ക് ഈസി ആയിട്ട് മ്യൂട്ട് ചെയ്യാൻ മ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. മ്യൂട്ട് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല, റിസീവറിൽ മാത്രമാണ് മ്യൂട്ട് ആയി എന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് കാണാൻ പറ്റുന്നത്. സോ രണ്ടിന്റെ ക്വാളിറ്റിയിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഞാനിത് അലി എക്സ്പ്രസിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ വാറണ്ടി 1 വർഷം അവർ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് അയക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലും ഇതേ സാധനം തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്ക് കിട്ടും. സോ ഇതിനും ഏകദേശം 5000 റേഞ്ച് മുതൽ തന്നെ വരും. പക്ഷേ ഈ പ്രോപ്പർ ബ്രാൻഡ് ആയിരിക്കത്തില്ല. ഞാനിത് കുറെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് എടുത്തത്. നല്ല റേറ്റിംഗ് ഉള്ള ഒരു മോഡൽ നോക്കിയിട്ട് ഇതിന് പർട്ടിക്കുലർലി ഒരു പേര് മറ്റു കാര്യങ്ങളോ ഒന്നും അവരുടെ കമ്പനിയിലെ വെബ്സൈറ്റിൽ പറയുന്നില്ല. ജസ്റ്റ് ലാവ്ലിയർ മൈക്രോഫോൺ എന്ന് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. സോ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും കുറെ ബ്രാൻഡുകളുണ്ട്. ബോയ പോലെയുള്ള വലിയ വലിയ ബ്രാൻഡുകളിലൊക്കെ ആവുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 40,000 റുപ്പീസ് എങ്കിലും നല്ല മൈക്കിനാവും. ഇതൊരു 5000 റേഞ്ചിൽ വരുമ്പോഴത്തേക്ക് ഒരു ഡീസന്റ് ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒട്ടും മോശമാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തിന് മേളിലായി. കുറെ വീഡിയോസ് ഞാൻ ഇത് വെച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ബാറ്ററിയുടെ കാര്യത്തിലും ഇത്രയും ദിവസമായിട്ടും ഇഷ്യൂസ് ഒന്നും എനിക്കില്ല. സോ വലിയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്യുവൽ മൈക്രോഫോൺ കൂടെയാണ് നോക്കുന്നതെങ്കിൽ ഇത്രയൊരെണ്ണം കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് 2 പേര് ഒരേ സമയം ഈ മൈക്ക് യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ കേസ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനും ഈ മൈക്ക് വെച്ചിട്ടുണ്ട്, അഞ്ജലി ഈ മൈക്ക് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. അഞ്ജലി ഓൾറെഡി ഇതിന്റെ ഒരു വീഡിയോ കണ്ടതാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ഈ മൈക്കിന്റെ പെർഫോമൻസ്? പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാനും അതിന്റെ വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്?
ആക്ച്വലി ഇതിന്റെ വെയിറ്റ് വൈസ് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് വച്ചേക്കുന്നത് പോലും നമുക്കത് തോന്നില്ല നമ്മളിത് വച്ചിരിക്കുകയാണെന്നുള്ള അത്രത്തോളം ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിന്റെ വോയിസ് ക്വാളിറ്റി നമുക്ക് ചുറ്റിനും കുറച്ച് എക്കോയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടെങ്കിലോ പോലും നമ്മുടെ വോയിസ് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഇതിൽ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ലൈറ്റ് വെയിറ്റ്നെസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷു അബ്രഹാം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.